നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC ബുള്ളറ്റിനിലെ ഫംഗസുകളെ കുറിച്ച് ഏതാനും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫംഗസുകളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? മൈക്കോളജി. ഫംഗസുകളിൽ വേരിന്റെ ധർമ്മം നിർവഹിക്കുന്ന ഭാഗങ്ങൾ റൈസോയിഡുകൾ. ഹരിതകം ഇല്ലാത്ത സസ്യങ്ങൾ അഥവാ പരപോഷികൾ എന്നറിയപ്പെടുന്ന ജീവിവർഗം ഫംഗസുകൾ. ഫംഗസുകളും ആൽഗകളും പരസ്പരം ബന്ധപ്പെട്ടുണ്ടാവുന്ന ജീവിവർഗം ഏതാണ്? ലൈക്കൺ. ഒന്നുകൂടെ പറയാം. ഫംഗസുകളെ കുറിച്ചുള്ള പഠനം മൈക്കോളജി. ഫംഗസുകളിൽ വേരിന്റെ ധർമ്മം നിർവഹിക്കുന്നത് റൈസോയിഡുകൾ. ഹരിതകം ഇല്ലാത്ത സസ്യങ്ങൾ അല്ലെങ്കിൽ പരപോഷികളാണ് ഫംഗസുകൾ. ഫംഗസുകളും ആൽഗകളും പരസ്പരം ബന്ധപ്പെട്ടുണ്ടാകുന്ന ജീവിവർഗമാണ് ലൈക്കൺ. ഫംഗസുകളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം കൈറ്റിൻ. ഫംഗസുകളുടെ ശരീരം അറിയപ്പെടുന്നത് മൈസീലിയം എന്ന പേരിലാണ്. ഏകകോശ ജീവിയായ ഒരു ഫംഗസ് ആണ് ഈസ്റ്റ്. പെനിസിലിൻ എന്ന ആന്റിബയോട്ടിക് ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഫംഗസിൽ നിന്നാണ്? പെനിസിലിനിയം നൊട്ടേറ്റം. ഈസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമിന്റെ പേരാണ് സൈമേസ്. ഭക്ഷ്യയോഗ്യമായ ഒരു ഫംഗസ് ആണ് അഗാരിക്കസ്. ഒന്നുകൂടെ നോക്കാം. ഫംഗസുകളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം കൈറ്റിൻ. ഫംഗസുകളുടെ ശരീരം അറിയപ്പെടുന്നത് മൈസീലിയം എന്ന പേരിൽ. ഏകകോശ ജീവിയായ ഒരു ഫംഗസ് ആണ് ഈസ്റ്റ്. പെനിസിലിൻ എന്ന ആന്റിബയോട്ടിക് ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഫംഗസിൽ നിന്നാണ്? പെനിസിലിനിയം നൊട്ടേറ്റം. ഈസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമാണ് സൈമേസ്. ഭക്ഷ്യയോഗ്യമായ ഒരു ഫംഗസ് ആണ് അഗാരിക്കസ്. പഴകിയ ബ്രെഡിൽ വളരുന്ന ഫംഗസ് ഏതാണ്? റൈസോപ്പസ്. സസ്യങ്ങളുടെ വേരുകൾക്കുള്ളിൽ ഫംഗസുകൾ വളർന്ന് ജലത്തിന്റെയും ലവണങ്ങളുടെയും ആഗിരണത്തെ സഹായിക്കുന്നതിനെ എന്തു പേരിൽ അറിയപ്പെടുന്നു? മൈക്കോറൈസ. സിട്രിക് ആസിഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫംഗസ് ആണ് അസ്പെർജില്ലസ്. മാരക വിഷം അടങ്ങിയ ഒരു ഫംഗസ് ആണ് അമാനിറ്റ മുസ്കാറിന. ഒന്നുകൂടെ നോക്കാം. പഴകിയ ബ്രെഡിൽ വളരുന്ന ഫംഗസ് ആണ് റൈസോപ്പസ്. സസ്യങ്ങളുടെ വേരുകൾക്കുള്ളിൽ ഫംഗസുകൾ വളർന്ന് ജലത്തിന്റെയും ലവണങ്ങളുടെയും ആഗിരണത്തെ സഹായിക്കുന്നതിനെ എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? മൈക്കോറൈസ എന്ന പേരിൽ. സിട്രിക് ആസിഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫംഗസ് ആണ് അസ്പെർജില്ലസ്. മാരക വിഷം അടങ്ങിയ ഒരു ഫംഗസ് ആണ് അമാനിറ്റ മുസ്കാറിന. അടുത്ത ക്വസ്റ്റ്യൻ, LSD അതായത് മാനസിക വിഭ്രാന്തി ഉണ്ടാക്കുന്ന ഒരു ഔഷധം നിർമ്മിക്കുന്നത് ഏത് ഫംഗസിൽ നിന്നാണ്? ക്ലാവിസെപ്സ്. ജനിതക പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഫംഗസ് ആണ് ന്യൂറോസ്പോറ. ഒന്നുകൂടെ, LSD അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തി ഉണ്ടാക്കുന്ന ഔഷധം നിർമ്മിക്കുന്നത് ഏത് ഫംഗസിൽ നിന്നാണ്? ക്ലാവിസെപ്സ്. ജനിതക പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഫംഗസ് ആണ് ന്യൂറോസ്പോറ. അടുത്ത ക്വസ്റ്റ്യൻ, ജൈവവളമായി ഉപയോഗിക്കുന്ന ഫംഗസ് ആണ് ട്രൈക്കോഡെർമ. അത്ലറ്റ്സ് ഫുഡ് അല്ലെങ്കിൽ വളങ്കടി ഉണ്ടാക്കുന്ന ഫംഗസ് ആണ് ടീനിയ പീഡിസ്. തെങ്ങിന്റെ കൂമ്പ് ചീയലിന് കാരണമാകുന്ന ഫംഗസ് ആണ് ഫൈറ്റോഫ്തോറ. ഒന്നുകൂടെ, ജൈവവളമായി ഉപയോഗിക്കുന്ന ഫംഗസ് ആണ് ട്രൈക്കോഡെർമ. അത്ലറ്റിക്സ് ഫുഡ് അല്ലെങ്കിൽ വളങ്കടിക്ക് കാരണമാകുന്നത് ടീനിയ പീഡിസ്. തെങ്ങിന്റെ കൂമ്പ് ചീയലിന് കാരണമാകുന്ന ഫംഗസ് ഫൈറ്റോഫ്തോറ. ഫംഗൽ സെല്ലുലോസ് എന്നറിയപ്പെടുന്ന പദാർത്ഥം കൈറ്റിൻ. മൈസീലിയം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ചരടുകൾ പോലെയുള്ള ഇണ പിരിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങൾ കൊണ്ടാണ്. ഇവയുടെ പേര് ഹൈഫേ. ഒന്നുകൂടെ, ഫംഗൽ സെല്ലുലോസ് എന്നറിയപ്പെടുന്ന പദാർത്ഥം കൈറ്റിൻ. മൈസീലിയം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ചരട് പോലുള്ള ഇഴ പിരിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങൾ കൊണ്ടാണ്. ഇവയുടെ പേര് ഹൈഫേ. മൈക്കോളജിയുടെ പിതാവായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? പിയർ അന്റോണിയോ മിഷേലി. അപ്പോൾ മൈക്കോളജിയുടെ പിതാവാണ് പിയർ അന്റോണിയോ മിഷേലി. ആധുനിക മൈക്കോളജിയുടെ സ്ഥാപകൻ ഹെൻറിച്ച് ആന്റൺ ഡി ബാരി. ഇന്ത്യൻ മൈക്കോളജിയുടെ പിതാവ് EJ ബട്ട്ലർ. മറ്റു സസ്യങ്ങളുടെ വേരുകൾക്കുള്ളിൽ ഫംഗസുകൾ സഹവസിക്കുന്നതിനെ എന്തു പറയുന്നു? എൻഡോ മൈക്കോറൈസ. ലൈക്കണിൽ കാണപ്പെടുന്ന ഫംഗസിനെ എന്തു പേരിൽ അറിയപ്പെടുന്നു? മൈക്കോബയോണ്ട്. ഒന്നുകൂടെ നോക്കാം. ആധുനിക മൈക്കോളജിയുടെ സ്ഥാപകൻ ഹെൻറിച്ച് ആന്റൺ ഡി ബാരി. ഇന്ത്യൻ മൈക്കോളജിയുടെ പിതാവ് EJ ബട്ട്ലർ. മറ്റു സസ്യങ്ങളുടെ വേരുകൾക്കുള്ളിൽ ഫംഗസുകൾ സഹവസിക്കുന്നതിനെ പറയുന്ന പേരാണ് എൻഡോ മൈക്കോറൈസ. ലൈക്കൺ കാണപ്പെടുന്ന ഫംഗസിനെ എന്തു പേരിൽ അറിയപ്പെടുന്നു? മൈക്കോബയോണ്ട്. കുമിളുകളിൽ കാണുന്ന സംഭരണ പദാർത്ഥം ഏതാണ്? ഗ്ലൈക്കോജൻ. ചർമ്മത്തിൽ വൃത്താകൃതിയിൽ ഉണ്ടാവുന്ന റിംഗ് വേം രോഗത്തിന് കാരണമായ ഫംഗസ് ഡെർമറ്റോഫൈറ്റ്സ്. എത്തനോൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഫംഗസ് ആണ് ഈസ്റ്റ്. റേഡിയേഷൻ ആഗിരണം ചെയ്യാൻ കഴിയുന്ന ഫംഗസ് ആണ് ക്ലാഡോസ്പോറിയം. ഒന്നുകൂടെ നോക്കാം. കുമിളുകളിൽ കാണപ്പെടുന്ന സംഭരണ പദാർത്ഥം ഗ്ലൈക്കോജൻ.
ചർമ്മത്തിൽ വൃത്താകൃതിയിൽ ഉണ്ടാകുന്ന റിംഗ് വേം രോഗത്തിന് കാരണമാകുന്നത് ഡെർമറ്റോഫൈറ്റ്സ്. എത്തനോൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഫംഗസ് ഈസ്റ്റ്. റേഡിയേഷൻ ആഗിരണം ചെയ്യാൻ കഴിയുന്ന ഫംഗസ് ക്ലോഡോസ്പോറിയം. അപ്പൊ ഇത്രയാണ് PSC ബുള്ളറ്റിൽ വന്നിരിക്കുന്ന ഫംഗസുകളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.